ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാരറ്റും പാലും ഒക്കെ വീട്ടിലുള്ള സമയത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 2 ക്യാരറ്റ് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിനിതാ ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. പാലെടുക്കുന്ന സമയത്ത് തിളപ്പിച്ചാറിയ പാൽ വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് പിരിഞ്ഞതുപോലെ ഇരിക്കും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്ത ക്യാരറ്റ് അതിൻ്റെ ചൂടൊക്കെ മാറിയ ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 3 ഏലക്കയുടെ സീഡ്സ് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ക്യാരറ്റ് വേവിച്ച പാലില്ലേ, ആ പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിതിപ്പോൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. നമ്മൾ അരച്ചെടുക്കുന്ന സമയത്തിൽ ഈ ഒരു പരുവത്തിന് കിട്ടുന്നില്ലെങ്കിൽ കുറച്ചുകൂടി പാലൊഴിച്ച് അരച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മളിത് വേവിച്ചെടുക്കുന്നത് അതിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് തൂത്ത് കൊടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബാറ്റർ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു സ്പൂൺ കൊണ്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ആവിയിൽ വേവിച്ചാണ് എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു റിങ്ങും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇഡ്ഡലി ചെമ്പിൽ വേണമെങ്കിലും ആവി കയറ്റി വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ട് 1/4 കപ്പ് അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അളവിൽ പാലും 3 ഏലക്കയുടെ സീഡ്സ് കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബാറ്റർ കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇതുകൂടി ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളൊന്ന് തൊട്ട് നോക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ആ പാത്രത്തിൽ നിന്നും ഒന്ന് വിടിയിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരം റെഡിയാണ്. മുകളിലത്തെ ലെയർ വേണ്ട, താഴത്തെ ലെയർ മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. കുട്ടികൾക്കായിരുന്നാലും വളരെ ഇഷ്ടപ്പെടും, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്